ഓം കാർപ്പണ്യദോഷോപഗതസ്വഭാവകവൃച്ഛാമത്താം ധർമ്മസുമൂഢചേതക യശ്രേയസ്യാ നിശ്ചിതം ബ്രൂഹിതന്മേ ശിഷ്യസ്തേഹം ശാതിമാം താം പ്രപന്നം. ഓം നമോ ഭഗവതേ വാസുദേവായ. നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണായ പരബ്രഹ്മണേ നമഃ. എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഗീതയിലെ 16-ാം അധ്യായം ദൈവാസുര സമ്പദ് വിഭാഗ യോഗത്തില് 21-ാമത്തെ ശ്ലോകം തൊട്ടാണ് നമുക്ക് ചിന്തിക്കേണ്ടത്. കഴിഞ്ഞ ശ്ലോകത്തിൽ പറഞ്ഞു, ആസുരി യോനിമാപന്ന മൂഢാ ജന്മനി ജന്മനി മാം പ്രാപ്ലൈവ കൗന്ദേയ തഥോ യാന്ത്യ തമാം ഗതി. അല്ലയോ അർജുന, ആസുരി യോനിയെ പ്രാപിച്ച് മൂഢന്മാർ ജന്മം തോറും എന്നെ പ്രാപിക്കാൻ കഴിയാതെ തന്നെ അതിലും അധമമായ ഗതിയെ പ്രാപിക്കുന്നു. ആസുരി പ്രകൃതിയുടെ ഈ അധോഗതി സ്ഥാവരങ്ങൾ വരെ ആകാമെന്നും കഠോപനിഷത്തിൽ പറയുന്നുണ്ട്. അപ്പോൾ ഇത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ഈ പറഞ്ഞിരിക്കുന്നത്. അതായത്, ഈ യഥാർത്ഥ ജ്ഞാനത്തെ ആശ്രയിക്കാതെ മനുഷ്യജന്മം തന്നെ 84 ലക്ഷം തരം ജീവജാലങ്ങളായിട്ടും സ്ഥാവരം ജംഗമങ്ങളുമായിട്ടുള്ള വസ്തുക്കളായിട്ടും 84 തരം ജീവജാലങ്ങൾ, അതിൽ സസ്യലതാദികളൊക്കെ പെടും. അപ്പം 84 ലക്ഷം എന്ന് പറഞ്ഞാൽ തന്നെ 21 ലക്ഷം വിയർപ്പിൽ നിന്നുണ്ടാകുന്ന ചെറുപ്രാണികള്, 21 ലക്ഷം പൊട്ടിമുളയ്ക്കുന്ന, അതായത് സസ്യലതാദികൾ, അതൊക്കെ സ്ഥാവരങ്ങളിൽ പെടുന്നതാണ്. പിന്നെ 21 ലക്ഷം മുട്ടയിൽ നിന്ന് വിരിയുന്നത്, 21 ലക്ഷം പ്രസവിച്ച് ഉണ്ടാകുന്നവ, ഇങ്ങനെ 84 ലക്ഷം തരം ജീവജാലങ്ങളാണ് ഈ പ്രപഞ്ചത്തിലുള്ളത്. ഇന്നും അവൈലബിൾ ആണെന്നർത്ഥം. ഗഹനമായിട്ട് നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ ഈ തരം ജീവജാലങ്ങൾ ഇന്ന് ലോകത്ത് മുഴുവൻ ഉണ്ട്, എല്ലായിടത്തും കാണാം. ലോകത്ത് ഭൂമിയിൽ എവിടെ പോയാലും ഇത്തരം ജീവജാലങ്ങളെ കാണാൻ സാധിക്കും. ഈ 4 വകുപ്പിനെയും കാണാൻ സാധിക്കും. അപ്പോൾ അതുകൊണ്ട് ഈ അനേക ജന്മങ്ങളിൽ ഒരാത്മാവ് തന്നെ പരിണാമങ്ങൾക്ക്, പ്രകൃത്യാ തന്നെ സൃഷ്ടികാലം തൊട്ടുള്ള പരിണാമങ്ങൾക്ക് വിധേയമായി അനേക ജന്മങ്ങളിൽ നേച്ചറും കൾച്ചറും ബാലൻസ് ചെയ്ത് നിൽക്കുന്ന ഒരു സമയത്താണ് ഒരു ആത്മാവിനാണ് മനുഷ്യ ശരീരം കിട്ടുന്നത്. അപ്പൊ ഈ മനുഷ്യ ശരീരം കിട്ടിയിട്ട് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, നമുക്ക് 3 ഓപ്ഷൻ ഉണ്ട്. ഒന്ന്, നമുക്ക് മനുഷ്യജന്മം കിട്ടുന്നത് തന്നെ ഓട്ടോമാറ്റിക് പ്രകൃതിയായിട്ട് അതിനുള്ള പാത്രത വരുമ്പോഴാണ്. ആത്മാവിന് ദിവ്യമായ മനുഷ്യ ശരീരത്തിന് വിശേഷ ബുദ്ധിയോടുകൂടി നമ്മുടെ ഇച്ഛയ്ക്കനുസരിച്ച് ജീവിക്കാൻ തക്കവണ്ണം ഗുണദോഷങ്ങളെയൊക്കെ തിരിച്ചറിയാനുള്ള ശക്തിയും നമ്മൾ എന്ത് വേണമെങ്കിലും ഈശ്വര സൃഷ്ടിയെ വേണ്ടി പുനഃസൃഷ്ടിക്കാനുള്ള കഴിവും ഒക്കെ തന്നുകൊണ്ട് 50% ഈശ്വര ശക്തിയും യഥാവിധി ഉപയോഗിക്കാൻ തക്കവണ്ണമുള്ള ഒരു ദിവ്യമായ ജന്മം തന്നെയാണ് മനുഷ്യജന്മം. ഈ മനുഷ്യജന്മം കിട്ടിയിട്ട് നമ്മൾ അതിനെ അപ്ഗ്രേഡ് ചെയ്താൽ 50% ആണ് തന്നിരിക്കുന്നത് എങ്കിൽ ആ 50% കൾച്ചറിനെ ഡെവലപ്പ് ചെയ്ത് ഈ ഭഗവാൻ പറഞ്ഞ ദൈവിക സമ്പത്ത് ആർജിച്ച ആ 50% ശക്തിയെ അതിനെ പൂർണ്ണമായിട്ട് ഉപയോഗിക്കാൻ തക്കവണ്ണം പരിപക്വമാക്കി എടുത്താൽ, ഇപ്പൊ പറഞ്ഞല്ലോ, ദൈവിക സമ്പത്ത് എന്ന് പറയുന്ന 26 ഗുണങ്ങളാണ്. ഈ ഗുണങ്ങള് 50% നമ്മളല്ലാതെ തന്നെ എല്ലാ മനുഷ്യരും ഉപയോഗിക്കുന്നുണ്ട്. അതിനെ അപ്ഗ്രേഡ് ചെയ്തെടുത്താൽ ദേവഗണത്തിലേക്ക്, അഥവാ ഉയർച്ചയുള്ള, അല്ലെങ്കിൽ മനുഷ്യജന്മത്തിൽ തന്നെ ശ്രേഷ്ഠമായ പദത്തിലേക്ക് നമ്മുടെ അച്ഛനെല്ലാം പോയി മറഞ്ഞിട്ട് യഥാർത്ഥ ജ്ഞാനം ലഭിച്ച് അനായാസനെ ജീവിക്കാൻ തക്കവണ്ണമുള്ള ജീവൻ മുക്തി ഭാവത്തിൽ ശരീരത്തോടു കൂടി ഇരിക്കുന്നിടത്തോളം കാലം ജീവിക്കാം. ശരീരം ത്യജിക്കുന്ന സമയത്ത് ശ്രേഷ്ഠമായ ജന്മത്തിലേക്ക് പോകാം. ഇല്ലെങ്കിൽ അവനവന്റെ സാധനാബലം സ്വീകരിച്ചാൽ ഈശ്വരനിലേക്ക് തന്നെ ലയിക്കുകയും ചെയ്യാം. ഇതാണ് ഫസ്റ്റ് ഓപ്ഷൻ. രണ്ടാമത്തെ ഓപ്ഷനാണ് തൽസ്ഥിതി നിലനിർത്തുക. ഈ ദിവ്യമായ മനുഷ്യ ശരീരം കിട്ടിയിട്ട് അത് നിലനിർത്തുക, അത് അതപ്പതിപ്പിക്കാത്ത ഒരു കാരണവശാലും ചിന്ത കൊണ്ടോ വാക്കുകൊണ്ടോ പ്രവർത്തികൾ കൊണ്ടോ നമ്മുടെ ആഹാര വിഹാര ജീവിത രീതിയിലൂടെയോ ലിമിറ്റ് കൂടുതൽ അറ്റാച്ച്മെന്റ് ഉണ്ടാക്കി മറ്റ് ജീവജാലങ്ങളെ പറ്റി മനസ്സിൽ വിചാരിച്ചു കൊണ്ടൊക്കെ ജീവിക്കാനിട വന്നാൽ അധപ്പതനത്തിന് കാരണമാകും. അപ്പൊ ആസുരീ സ്വഭാവം എന്തൊക്കെയാണെന്ന് പറഞ്ഞു. ഇത് മനുഷ്യ ശരീരത്തിൽ തന്നെ മനുഷ്യനും ആയിട്ട് ജീവിക്കുന്ന അവസരത്തിൽ തന്നെ ആസുരീ ഭാവങ്ങൾ ഭക്തർക്ക് വരെ ഉണ്ടാകും എന്ന് പറഞ്ഞു. അപ്പൊ ഭക്തി ഇല്ലാത്തവരുടെ ഗതി എന്നെ പറയണ്ടല്ലോ.
അപ്പൊ ഭക്തിയുണ്ട്. ബ്രാഹ്മണ കുലത്തിൽപ്പെട്ടവർ വരെ മറ്റ് ജീവജാലങ്ങളെ വളർത്താനും അതിനോടുള്ള താല്പര്യം കൂടുതലും അതിനോടുള്ള സ്നേഹം കൂടുതലും അതിനെ വളർത്തിക്കൊണ്ടൊക്കെ നടക്കലൊക്കെ ലിമിറ്റ് കൂടുതൽ. അവസാനം മരണസമയത്ത് ഈ ജീവജാലങ്ങളെ പറ്റി സ്മരിച്ചുകൊണ്ട് മരിക്കാനിട വന്നാൽ അത് ഈ ശ്രേഷ്ഠമായ ജന്മത്തെ അധപ്പതിപ്പിക്കലായിട്ട് മാറും. അപ്പൊ തൽസ്ഥിതി നിലനിർത്തുക എന്നുള്ളതാണ് രണ്ടാമത്തെ പോർഷൻ. മനുഷ്യജന്മം കിട്ടിയിട്ട് ഒന്നുമില്ലെങ്കിലും ശ്രേഷ്ഠതയിലേക്ക് ഉയർന്ന നിലയിലേക്ക് എത്തിയില്ലെങ്കിൽ തന്നെ മനുഷ്യജന്മം കിട്ടിയിട്ടുള്ളതിനെ അധപ്പതിപ്പിക്കാതെ മനുഷ്യ ശരീരത്തോടു കൂടി സ്ത്രീയോ പുരുഷനോ ഒക്കെ ആയിട്ട് ജനിക്കാം, എന്നാലും മനുഷ്യനായിട്ട് തന്നെ ജീവിക്കാനുള്ള ഒരു ശ്രമം നടത്തുക. തൽസ്ഥിതി നിജസ്ഥിതി നമുക്ക് കിട്ടിയിട്ടുള്ള ഈ പദവി അധപ്പതിപ്പിക്കാതെ, അപ്ഗ്രേഡ് ചെയ്തില്ലെങ്കിൽ തന്നെ അധപ്പതിപ്പിക്കാതെ സൂക്ഷിക്കുക. ഇല്ലെങ്കിൽ 84 ലക്ഷം തരം ജീവജാലങ്ങളുടെ ജന്മസ്വഭാവമൊക്കെ നമ്മുടെ ഉള്ളിൽ തന്നെ ഉണ്ടാകും. അതുകൊണ്ട് അതിലേതെങ്കിലുമായിട്ട് ബന്ധം ലിമിറ്റ് കൂടുതൽ സ്ഥാപിച്ചാൽ അധോഗതിയിലേക്ക് പോകും. അപ്പം ഒരു മനുഷ്യജന്മം കൊണ്ട് തന്നെ നമ്മൾ ഇത്തരത്തിൽ അധപ്പതിക്കാൻ ഇടവരാന്നർത്ഥം. അനേക പ്രാവശ്യം തൽസ്ഥിതി നിലനിർത്തിക്കൊണ്ട് മനുഷ്യജന്മം തന്നെ കിട്ടിക്കൊണ്ട് വന്നാലും ഏതെങ്കിലും ഒരു ജന്മത്തിൽ ഇതുപോലെ അധപ്പതിച്ചാലും അധോഗതിയിലേക്ക് പോകും. അതാണ് മൂഢന്മാർ മനുഷ്യജന്മത്തിൽ നിന്ന് അധമമായ ഗതിയെ പ്രാപിക്കും എന്ന് പറഞ്ഞാൽ പക്ഷിമൃഗാദികൾ ആയിട്ട് ജനിക്കാം എന്ന് മാത്രമല്ല, സ്ഥാപനങ്ങൾ വരെ ആകാം എന്ന് ഉപനിഷത്ത് വാക്ക് തന്നെ പറയുന്നുണ്ടെന്നർത്ഥം. അപ്പം മനുഷ്യജന്മം കിട്ടിയിട്ട് നമുക്ക് കിട്ടിയുള്ള ശക്തികളെ യഥാവിധി മനസ്സിലാക്കി അതിനെ യൂട്ടിലൈസ് ചെയ്യാത്ത ശക്തികളൊക്കെ മന്ദീഭവിക്കും. അപ്പോൾ അധമ ജന്മത്തിലേക്ക് പോകാൻ എളുപ്പമായിട്ട് ഭവിക്കുന്ന അർത്ഥം. നമ്മൾ ഏത് തരത്തിലാണ് ജീവിക്കുന്നത്, ഏത് കാലത്താണോ അല്ലെങ്കിൽ മരണസമയം വരെയുള്ള നിരന്തരമായ ചിന്ത എന്താണോ അതനുസരിച്ച് കൊണ്ടായിരിക്കും അടുത്ത ജന്മത്തിലേക്ക് പോവുക. അതിപ്പോൾ നമുക്ക് കിട്ടിയിട്ടുള്ള ഇന്ദ്രിയ മനോബുദ്ധികളായിക്കോട്ടെ, ശരീരശക്തികളായിക്കോട്ടെ, സൂക്ഷ്മമായിരിക്കുന്ന ഈശ്വരശക്തി ആയിക്കോട്ടെ, അതിനെയൊക്കെ യഥാവിധി മനസ്സിലാക്കിക്കൊണ്ട് അതിനെയൊക്കെ യഥാവിധി ഉപയോഗിച്ചാൽ, അതാണ് വിധിപ്രകാരം നിത്യനൈമിത്യ കർമ്മങ്ങൾ ചെയ്യാന്ന് പറയുന്നത്. അപ്പൊ അതിന് അധപതിപ്പിക്കാതെ സൂക്ഷിച്ചാൽ തൽസ്ഥിതിയെങ്കിലും നിലനിർത്താം. ഉയർത്തിക്കൊണ്ടുവന്നാൽ ശ്രേഷ്ഠമായ ജന്മങ്ങളിലേക്ക് പോകാം. ഇല്ല, ഈശ്വരപ്രാപ്തിയിലേക്ക് എത്തണമെങ്കിലും ഉയർച്ച കൊണ്ടുവരണം. ഒരിക്കലും അധപ്പതിപ്പിക്കരുതെന്നാണ് ഭഗവാൻ പറയുന്നത്. അതിനു വേണ്ടിയിട്ടാണ് ഇത് പറഞ്ഞ് മനസ്സിലാക്കി തരുന്നതെന്നർത്ഥം. അപ്പം ഈ 3 ജന്മത്തിലേക്ക് പോകാനുള്ള ഒരു മാർഗത്തെയാണ് അധപ്പതിക്കാൻ കാരണമായി ഭവിക്കുന്ന കാരണമാണ്. അതാണ് നരകം എന്ന് പറയുന്നത് തന്നെ. അതിന് കാരണം ത്രിവിധം നരകസേതും ദ്വാരം നാശനമാത്മന കാമക്രോധസ്തദാലോഭ തസ്മാൽ തത്രയം ത്യജേത്. ഇതാണ് നമ്മളെ അധപ്പതിപ്പിക്കാൻ കാരണമായിരിക്കുന്ന നരകത്തിലേക്കുള്ള 3 വാതിലുകൾ. അതേതൊക്കെയാണ് 3 വാതിലുകൾ? മനുഷ്യജന്മം കിട്ടിയിട്ടും അതൊന്നും തിരിച്ചറിയാതിരുന്നാൽ കാമം, ക്രോധം, ലോഭം എന്നിങ്ങനെ നരകത്തിലേക്ക് 3 വാതിലുകളുമുണ്ട്. ഇവ ആത്മനാശകങ്ങളാണ്. അതിനാൽ ഈ 3നെയും ഉപേക്ഷിക്കണം. കാമക്രോധ ലോഭങ്ങളെ നരകത്തിന്റെ വാതിലുകളായിട്ടാണ് വിശേഷിപ്പിക്കുന്നത്. അതിനാൽ ഇതിൽ ഏത് വാതിലൂടെ പോയാലും ചെന്നെത്തുന്നത് ചെന്നെത്തുന്നത് ഈ 3 വാതിലുകൾ നരകത്തിലേക്കുള്ള വാതിലുകളാണ്. ഇതിലേത് വാതിലുകളിലൂടെ അകത്തേക്ക് പോയാലും ചെന്നെത്തുന്നത് അധോജന്മത്തിലേക്കായിരിക്കും. കാമം ആധിക്യം പ്രാപിച്ച് അതനുസരിച്ചുകൊണ്ട് ജീവിതം നയിച്ചാലും പോകുന്നത് നരകത്തിലേക്കായിരിക്കും. ക്രോധത്തിനെ ആശ്രയിച്ച് ജീവിതം നയിച്ചാൽ അതും നരകത്തിലേക്കായിരിക്കും. ലോഭം എത്ര കിട്ടിയാലും പോരാത്ത ഒരു മനോഭാവത്തോടു കൂടിയാണ് ജീവിക്കുന്നത്, ഒരിക്കലും തൃപ്തി വരാത്ത ജീവിതത്തിലാണ് ലയിക്കുന്നതെങ്കിൽ അതും നരകത്തിലേക്കായിരിക്കും ചെന്ന് പതിക്കുക. അപ്പോൾ ഈ 3 വാതിലുകളെയും ആര് ത്യജിക്കുന്നുവോ 3നെയും ഉപേക്ഷിക്കണം എന്നാ പറയുന്നത്. നമ്മളെ ഏറ്റവും മനുഷ്യനെ അല്ലാതാക്കി തീർക്കുന്ന ആ കാമം എന്ന് പറയുന്നത് ആഗ്രഹങ്ങൾ, പഞ്ചേന്ദ്രിയങ്ങളെ കൊണ്ട് കണ്ടും കേട്ടിട്ടും നമ്മൾ അതിന്റെ പിന്നാലെ പരക്കം പായുന്ന. അതുകൊണ്ടാണ് ഇന്ദ്രിയ നിയന്ത്രണം ആദ്യം തന്നെ സ്ഥാപിക്കണം എന്ന് പറഞ്ഞതിന്റെ കാര്യം. ഇവിടെ കുതിച്ചു പായുന്ന വെളുത്ത കുതിരകളെ പോലെയാണ് ഈ ഇന്ദ്രിയങ്ങൾ. അപ്പൊ അതിനെ നിയന്ത്രിക്കുന്നത് മനസ്സാണ്. മനസ്സും ഈശ്വരന്റെ വിഭൂതിയാണ്.
അതിനെ കടിഞ്ഞാണായിട്ടാണ് മനസ്സിനെ കാണുന്നതെങ്കിൽ ആ കടിഞ്ഞാൻ പിടിച്ചിരിക്കുന്നത് ബുദ്ധിയാകുന്ന ഭഗവാനാണ്. അപ്പം ഈശ്വരോപാസനയിലൂടെ അല്ലാതെ താനി സർവാണി സംയമ്യ യുക്ത ആസീത മത്പര വസ്യേഹി യസേന്ദ്രിയാണി തസ്യ പ്രജ്ഞാ പ്രതിഷ്ഠ എന്ന് ഭഗവാൻ പറഞ്ഞത് ഓർത്തിരിക്കുക സ്ഥിതപ്രജ്ഞ ലക്ഷണത്തിൽ. അപ്പൊ ഇന്ദ്രിയ നിയന്ത്രണം സാധിക്കണമെങ്കിൽ ഈശ്വരനെ തന്നെ, എന്നെ തന്നെ മനസ്സിൽ വിചാരിച്ച് കുറച്ചു നേരമെങ്കിലും ഭജിക്കണം എന്നർത്ഥം. അതില്ലാത്തവർക്കാണ് ഇന്ദ്രിയ നിയന്ത്രണം സാധ്യമല്ലാതെ വരിക. അപ്പൊ പിന്നെ ധ്യായതോ വിഷയാൻ പുംസംഗസ്തേഷു വിജായതേ സംഘാസംജായതേ കാമാൽ കാമാൽ ക്രോധോ വിജായതേ ക്രോധാൽ ഭവതി സമ്മോഹ സ്മൃതി വിഭ്രമക സ്മൃതി ഭ്രംശാൽ ബുദ്ധിനാശോ ബുദ്ധിനാശാൽ പ്രണശ്യതി. അവിടെ ബുദ്ധിനാശം സംഭവിച്ചാൽ യഥാർത്ഥ ഓർമ്മ പോലും നഷ്ടപ്പെട്ട് ഏത് വാതിലൂടെയാണ് നമ്മൾ വന്നത് എന്നും കഴിഞ്ഞ പ്രാവശ്യം ഏത് വാതിലൂടെ അകത്തേക്ക് പോയത് എന്നും തിരിച്ചറിയാൻ പറ്റാതെ വരും. എന്നാൽ ഈ 3 വാതിലുകളെയും ഉപേക്ഷിക്കപ്പെട്ടാൽ മാത്രമേ ഈശ്വരനിലേക്കുള്ള വഴി തെളിയൂ എന്നർത്ഥം. അപ്പൊ ഇത് പറഞ്ഞിട്ട് എനിക്കൊരു അനുഭവം എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇത് സ്പഷ്ടത 3 വാതിലുകളെയും ത്യജിക്കണം എന്ന് ഉറപ്പുവരുത്താൻ വേണ്ടിയിട്ട്, ഇതെന്താണ് എന്ന് തിരിച്ചറിയാൻ വേണ്ടിയിട്ടാണോ എന്ന് എനിക്കറിയില്ല. ഗുരുവായൂർ വെച്ചിട്ട് എനിക്കൊരു അനുഭവമുണ്ട്. ഞാൻ ഈ ഭാഗം തന്നെ, ഈ അധ്യായം തന്നെ വ്യാഖ്യാനം നടത്തിയിട്ട്, അവിടെ സപ്താഹം നടക്കുമ്പോൾ ചിലപ്പോൾ 18 അധ്യായം 18 പേരായിരിക്കും ആചാര്യന്മാരും എന്ന് പറയാം. എനിക്ക് ഈ ദൈവാസുര സമ്പദ് വിഭാഗയോഗത്തെ പറ്റി ഞാനൊരു പ്രഭാഷണം നടത്തിയിട്ട് താഴേക്ക് ഇറങ്ങിയത് ഒരു ഭക്തൻ എൻ്റെ മുമ്പിൽ വന്ന് പെട്ടു. അദ്ദേഹത്തിന് ഭാഷയും മലയാളം ശരിക്കറിയില്ല, സംസാരത്തിൽ നിന്ന് ഹിന്ദി അറിയുള്ളൂ എന്ന് മനസ്സിലായി. അപ്പൊ അദ്ദേഹം അന്വേഷിച്ച് നടക്കുകയാണ് പുറത്തേക്കുള്ള വാതിൽ. അതും പുറത്തേക്കുള്ള വാതില് യഥാർത്ഥത്തിൽ വന്ന വഴി അദ്ദേഹത്തിന് മനസ്സിലാകുന്നില്ല. ഏത് വഴിയിലൂടെ വന്ന, ശരിക്കും ഗുരുവായൂരും ശരിക്കും നമുക്ക് ഭക്തർക്കകത്ത് കയറാവുന്ന വഴി എന്ന് പറഞ്ഞാൽ 3 വാതിലേ ഉള്ളൂ. ഒന്ന് കിഴക്കേ നടയും പടിഞ്ഞാറേ നടയും, പിന്നെ ഭഗവതി കൂട്ടിന്റെ അതിലേ മാത്രമേ അകത്ത് കയറാനും പുറത്തേക്ക് ഇറങ്ങാനും പറ്റൂ. അപ്പൊ ഈ 3 വാതിലുകൾ പുറത്തേക്ക് ഇറങ്ങിയ നരകത്തിലേക്കുള്ള വാതിലുകളാണ്. അകത്ത് ഗുരുവായൂർ തന്നെ വൈകുണ്ഠം എന്നാ എല്ലാവരും അറിയപ്പെടുന്നത്. നമുക്ക് അവിടെ നിൽക്കുന്നിടത്തോളം കാലം ശാന്തി സമാധാനവും ഒക്കെ കുറച്ചൊക്കെ ആ നേരമെങ്കിലും, അത്രയും നേരമെങ്കിലും നമുക്ക് അനുഭവിക്കാൻ സാധിക്കും. അതിൽ നിന്ന് പുറത്തേക്ക് കടന്നാൽ നരകത്തിലേക്ക്, ദൃശ്യപ്രപഞ്ചത്തിലേക്ക് കടക്കുക എന്നാ ഞാൻ പറയാ സാധാരണ. ഗീതാശാസ്ത്രമൊക്കെ ശരിക്കും ഗുരുവായൂർ പ്രത്യക്ഷമാണ്. അത് ശരിക്കും ആ വീക്ഷണത്തിലൂടെ, ആ ഭാവത്തിൽ നമ്മൾ കാണണം എന്നർത്ഥം. അപ്പൊ ഈ 3 വാതിലുകൾ പുറത്തേക്ക് ഇറങ്ങാന്ന് പറഞ്ഞാൽ നിത്യനരകത്തിലേക്കുള്ള വഴികളാണ്. അപ്പൊ ഇദ്ദേഹം അകത്ത് കയറി ദർശനമൊക്കെ നടത്തിയിട്ട് പ്രദക്ഷിണമൊക്കെ വെച്ചു. അത് കഴിഞ്ഞിട്ട് ഏത് വാതിലിലൂടെയാണ് ഞാൻ അകത്ത് വന്നത്, നമ്മൾ ആദ്യമായിട്ട് ചെല്ലുന്ന ആൾക്ക് ഏത് വാതിലിലൂടെയാണ് വന്നതെന്നോ പോയതെന്നോ ചിലപ്പോൾ തിരിച്ചറിയാൻ സാധിക്കില്ല. അതാണ് ഈ മറന്നു പോവുക, ബുദ്ധിഭ്രമം ഉണ്ടാകുക എന്ന് പറയുന്നത്. ഏത് വാതിലൂടെ വന്നതെന്നോ ഓർമ്മയില്ലാതിരിക്കുക. അദ്ദേഹം പറഞ്ഞ കാര്യം എന്താ, ഞാൻ ഏത് വാതിലൂടെ അകത്ത് കയറിയെന്ന് അറിയില്ല. ഇത് മാത്രമല്ല, പുറത്ത് ഏതോ ഒരു ക്ലോക്ക് റൂമിൽ എൻ്റെ സാധനങ്ങളൊക്കെ വച്ചിട്ടുണ്ട്. പക്ഷേ അങ്ങോട്ട് ഇറങ്ങിയാൽ എവിടെയാ വച്ചതെന്ന് അറിയണം എന്നുണ്ടെങ്കിൽ വന്ന വഴിക്ക് തന്നെ തിരിച്ചു പോകണം, എന്നാലേ ഏകദേശം അറിയാൻ പറ്റും. അപ്പൊ ഈ ഭക്തൻ, എനിക്ക് ഭാഷ അറിയാവുന്നതുകൊണ്ട് ഞാൻ ഏകദേശം അദ്ദേഹത്തോട് തന്നെ മനസ്സിലാക്കി എവിടുന്നാണ് അകത്ത് കയറിയത്. അതിപ്പോ കിഴക്കേ നടയുന്നായിരിക്കും ക്യൂ നിന്നിട്ട് വരിക എന്ന് പറഞ്ഞാൽ അവിടുന്ന് വരാൻ പറ്റും. അകത്ത് കയറി ദർശനം നടത്തി എന്ന് പറഞ്ഞാൽ ഉറപ്പാണ് കിഴക്ക് നടയുന്നാണ് അകത്ത് കയറിയിരിക്കുന്നത്. അപ്പൊ ഏകദേശം നമുക്ക് മനസ്സിലാക്കാൻ, ക്ലോക്ക് റൂം ഒന്ന് തെക്കേ നടയിലുണ്ട്, ഒന്ന് കിഴക്കേ നടയിലുണ്ട്. ഈ 2 ഇടത്താണ് ദേവസ്ഥത്തിന്റെ ക്ലോക്ക് റൂം ഉള്ളത്. അപ്പൊ ഏകദേശം അടയാളം ഒക്കെ ചോദിച്ചു കഴിഞ്ഞപ്പോൾ കിഴക്കേ നടയിലാ വച്ചേക്കണേ എന്നുള്ളത് മനസ്സിലായി. പിന്നെ ഞാൻ അദ്ദേഹത്തെ കൂട്ടിക്കൊണ്ടുപോയിട്ട് ഭഗവതി കൂട്ടിക്കൂടെ അതിലെയുള്ള പുറത്തേക്കുള്ള വാതിലിലൂടെ കാണിച്ചു കൊടുത്തു. നേരെ അങ്ങോട്ട് പോയാൽ അവിടെ ക്ലോക്ക് റൂം ആണ് എന്ന് പറഞ്ഞു. അപ്പോൾ യഥാർത്ഥത്തിൽ നരകത്തിലേക്കുള്ള വഴി എന്ന് പറഞ്ഞാൽ ഇതാണ്. ഇതിൽ ഏത് വാതിലൂടെ നമ്മൾ അകത്ത് വന്നതെന്ന് ഒന്ന് അറിഞ്ഞിരിക്കണം. പിന്നെ അത് അറിഞ്ഞില്ലെങ്കിൽ എന്താ കുഴപ്പമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ 3-ൽ ഏതെങ്കിലും വാതിലൂടെ പുറത്തേക്ക് ഇറങ്ങിപ്പോകും. വീണ്ടും ഇത് തന്നെ ആവർത്തിക്കും. എപ്പോഴൊക്കെ ഗുരുവായൂർ ദർശനത്തിന് നടന്നാലും നമ്മൾ ഈ 3 വാതിലൂടെ ഏതെങ്കിലും ഒന്നിലൂടെ അകത്ത് കയറും, ഏതെങ്കിലും ഒന്നിലൂടെ പുറത്തേക്ക് പോവുകയും ചെയ്യും. ഏതിലേ പുറത്തേക്ക് പോയാലും നരകത്തിലേക്കാണ്. ഈ ദൃശ്യപ്രപഞ്ചം എന്ന് പറയുന്നത് നരകം തന്നെയാണ്. അപ്പോൾ
വീണ്ടും 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 ഇങ്ങനെ ആവർത്തിക്കും. എന്നൊക്കെ ദർശനത്തിൽ വന്നാലും ഏതെങ്കിലും ഒരു വാതിലിലൂടെ അകത്തേക്ക് കയറും, പിന്നെ അതേ വന്ന വാതിലിലൂടെ ചിലപ്പോൾ പുറത്തേക്ക് പോവില്ല, ഏതെങ്കിലും ഒരു വാതിലിലൂടെ പുറത്തേക്ക് പോകും. അപ്പൊ നമ്മൾ ഈ ചുറ്റിത്തിരിയലല്ലേ നടക്കുന്ന അവിടെ. എത്ര പ്രാവശ്യം ഈ ജന്മം മുഴുവൻ ദർശനത്തിന് എല്ലാ മാസം പോകുന്നവരോ എല്ലാ ദിവസവും പോകുന്നവരോ ദർശനം നടത്തുന്നവരോ ഒക്കെ ഈ ഭഗവാനെ കാണാൻ വേണ്ടിയിട്ട് ഈ മൂന്നിൽ ഏതെങ്കിലും ഒരു വാതിലിലൂടെ അകത്തേക്ക് കയറും. അതേപോലെ തന്നെ ദർശനം കഴിഞ്ഞാൽ പുറത്തേക്ക് ഇറങ്ങും, ഇല്ലെങ്കിൽ ഒരു സമയം കഴിഞ്ഞാൽ അവിടുന്ന് പുറത്താക്കും. ഇനി അവിടെ നിൽക്കാന്ന് വിചാരിച്ച് പോയാലും നിൽക്കാൻ സമ്മതിക്കില്ല. അപ്പൊ ഇതിനൊക്കെ അപ്പുറം ഈ മൂന്ന് വാതിലുകളെയും ത്യജിച്ചിട്ട് ഭഗവാന്റെ ശ്രീകോവിലിൽ ആ ഗുണാതീതനായിരിക്കുന്ന ഭഗവാനെ യഥാർത്ഥത്തിൽ മനസ്സിൽ വിചാരിച്ചുകൊണ്ട് പുറത്തേക്ക് ഇറങ്ങിയാലും വീണ്ടും വീണ്ടും വരാതെ ആ ഭഗവാനിലേക്ക് എത്താനുള്ള ഒരവസ്ഥയെ, അതായത് ത്രിഗുണങ്ങളെ ജയിക്കുന്ന ഒരാൾക്ക് മാത്രമേ യഥാർത്ഥ എത്തേണ്ട സ്ഥാനത്ത് എത്താൻ സാധിക്കൂ എന്നർത്ഥം. ഈ മൂന്ന് ഗുണങ്ങളിലൂടെ തന്നെ ചുറ്റിത്തിരിഞ്ഞാലും ഏത് തരത്തിലുള്ള സുഖം അനുഭവിക്കണമെങ്കിൽ സത്വഗുണത്തിലൂടെയാണെന്ന് പറഞ്ഞു. അപ്പൊ എന്തൊക്കെ അറിവ് നേടിയാൽ പോലും, ഭക്തി മാർഗത്തിൽ സഞ്ചരിക്കുന്നവർ പോലും എത്രയൊക്കെ സത്സംഗങ്ങളിൽ പങ്കെടുത്താലും യഥാർത്ഥത്തിൽ ഈ മൂന്ന് തരത്തിലുള്ള ഗുണങ്ങളെയും ത്യജിക്കണം. അതാണ് മൂന്ന് വാതിലുകളെ ത്യജിക്കുക, ഉപേക്ഷിക്കണം എന്ന് പറഞ്ഞാൽ ഗുണാതീത ഭാവത്തിലേക്ക് എത്തണം. അപ്പോൾ അതിന്റെ പ്രതീകാത്മകമായിട്ടാണ് ഭഗവാൻ ഗുരുവായൂർ തന്നെ ഈ ഗീതാശാസ്ത്രം പ്രത്യക്ഷത്തിൽ ആ വീക്ഷണത്തിൽ ആ ഭാവത്തിൽ ഈ അർത്ഥമൊക്കെ മനസ്സിലാക്കിയിട്ട് നമുക്ക് ചിന്തിച്ചാൽ, അവിടെ ഞാൻ പറഞ്ഞു തമോ ഗുണമാണ് മതിൽക്ക് പുറത്ത്, അത് നരകമാണ്. അകത്ത് കയറിയാൽ തന്നെ പ്രദക്ഷിണ വഴിക്ക് ചുറ്റും ആദ്യം കാണുന്നത് നമ്മൾ രജോ ഗുണത്താൽ നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന നാലമ്പലമാണ്. അതും ക്രോസ് ചെയ്ത് അകത്ത് ചെന്നാൽ സത്വഗുണാത്മകമായ ശ്രീകോവിലാണ്. അകത്തിരിക്കുന്ന ഭഗവാൻ ഗുണാതീതനാണ്. അപ്പൊ ഈ മൂന്ന് വാതിലുകളെയും ത്യജിച്ചിട്ട് ഗുണാതീത ഭാവത്തിലിരിക്കുന്ന ഗുരുവായൂരപ്പനെ ആരാണോ മനസ്സിലാക്കുന്നത് അവർക്ക് മാത്രമേ ഈ മോക്ഷപ്രാപ്തി അഥവാ പരമപദപ്രാപ്തി, ഈശ്വര സാക്ഷാത്കാരം സാധിക്കൂ എന്നാണ് അർത്ഥമാക്കുന്നത്. അതല്ലെങ്കിൽ ഈ അല്ലെങ്കിൽ ആത്മീയ മാർഗത്തിൽ സഞ്ചരിക്കുന്നവർ പോലും ആ പ്രയത്നങ്ങളൊക്കെ വിഫലമായി ഭവിക്കും, ഇത് മനസ്സിലാക്കാതെ ഭജിച്ചാൽ എന്നർത്ഥം. അതായത് ഭക്തിയുടെ യഥാർത്ഥ ലക്ഷ്യം അന്ധകരണ ശുദ്ധിയും വിവേകവുമാണ്. ഈ തിരിച്ചറിവാണ് വിവേകം എന്ന് പറയുന്നത്. ആ തിരിച്ചറിവ് നമുക്ക് ശരിക്കും ഗുണദോഷം തിരിച്ചറിയണമെങ്കിൽ അനുഭവം ഉണ്ടാകാതെ ഒരിക്കലും തിരിച്ചറിയാൻ സാധിക്കും. എത്രയൊക്കെ ശാസ്ത്രം പഠിച്ചാലും പുരാണങ്ങൾ വായിച്ചാലും സത്സംഗങ്ങൾ അറ്റൻഡ് ചെയ്താലും നമുക്ക് അനുഭവം ഇല്ലെങ്കിൽ ഒരിക്കലും ഗുണദോഷത്തെയും അനുഭവത്തിലൂടെ മനസ്സിലാക്കണം എന്നർത്ഥം. അപ്പോൾ മാത്രമേ ഈശ്വരപ്രാപ്തിയിലേക്ക് എത്താൻ സാധിക്കൂ. അപ്പോൾ ഇവിടെ ദൈവിക സമ്പത്ത് എന്താണെന്ന് ആ ഗുണങ്ങളെ പറ്റി ഭഗവാൻ 3 ശ്ലോകത്തിലൂടെ വിശദീകരിച്ചു. ഇതിനു മുമ്പും പല പ്രാവശ്യം അതിൻ്റെ വിശദീകരണം തന്നിട്ടുണ്ട്. അതൊന്നോടെ ഉറപ്പിച്ചു തന്നു. പിന്നെ അതിൻ്റെ ദോഷങ്ങളെ, ഇതൊക്കെ 26 ഗുണങ്ങളും ആർജിക്കാൻ ശ്രമിക്കുമ്പം ഈ ദോഷങ്ങൾ എന്തൊക്കെയാണോ അതും നമ്മളെ കൊളുത്തിപ്പിടിക്കും. അതിലേറ്റവും വലിയ ദോഷമാണ് കാമക്രോധ ലോഭം. അഷ്ടവികാരങ്ങളുണ്ട്. അതിലേറ്റവും അപകടം പിടിച്ച ആത്മനാശകം ആധ്യാത്മികതയിൽ പ്രവർത്തിക്കുന്നവർക്ക് പോലും കാമക്രോധം ലോഭം ഇതിനെ ജയിച്ചില്ലെങ്കിൽ അവര് നരകത്തിലേക്കായിരിക്കും പോവുക, യാതൊരു സംശയവുമില്ല. അപ്പൊ അതുകൊണ്ട് കാമക്രോധ ലോഭങ്ങളെ നരകത്തിന്റെ വാതിലുകളായിട്ട് വിശേഷിപ്പിക്കുന്നത് അർത്ഥവത്താണ്. ഇവയിൽ ഏത് വാതിലൂടെ പോയാലും ചെന്നെത്തുന്നത് അനർത്ഥത്തിലും നാശത്തിലുമായിരിക്കും എന്ന് ശങ്കരഭാഷ്യത്തിൽ വളരെ ലളിതമായിട്ട് ആചാര്യർ പറഞ്ഞിട്ടുണ്ട്. അപ്പം ഈ കാമക്രോധ ലോഭങ്ങളാണ് മനുഷ്യനെ മനുഷ്യനല്ലാതാക്കി തീർക്കുന്നതും അധോ ജന്മത്തിലേക്ക് നയിക്കുന്നതും. അത് തന്നെയാണ് നിത്യനരകമായിട്ട് മാറുന്നതും. ഇവയിൽ ഏത് വാതിലിലൂടെ പോയാലും വേണ്ടില്ല, അതൊക്കെ ചെന്നെത്തുന്നത് അനർത്ഥത്തിലും നാശത്തിലുമായിരിക്കും. അതുകൊണ്ട് ഏതൈർ വിമുക്ത കൗന്ദേയ തമോദ്വാരേ സ്ത്രീഭിർനര ആചരത്യാത്മനശ്രയ തതോ യാതി പരാം ഗതി. അർജുന, നരകവാതിലുകളായ കാമം, ക്രോധം, ലോഭം ഇവയിൽ നിന്ന് മോചനം നേടുന്ന മനുഷ്യൻ ആത്മശ്രേയസ്സിനുള്ള കർമ്മങ്ങൾ ആചരിക്കുന്നു. അതിനാൽ പരമഗതിയെ പ്രാപിക്കുകയും ചെയ്യുന്നു. അർജുന, ഈ നരകവാതിലുകളായ 3 വാതിലുകളെയും
ഇവയിൽ നിന്ന് ആര് മോചനം നേടുന്നുവോ? മനുഷ്യൻ. ഇവിടെ മനുഷ്യൻ എന്ന് എടുത്തു പറഞ്ഞിരിക്കുന്നു. അർജുനന് മാത്രമല്ല പറയുന്നത്. ആരാണോ കാമക്രോധ ലോഭാദി വാതിലുകളെ ആരാണോ ഉപേക്ഷിക്കുന്നത്, ആ മനുഷ്യൻ ആത്മശ്രേയസ്സിനുള്ള കർമ്മങ്ങൾ ആചരിക്കാൻ ഇടവരും. ആ മനുഷ്യൻ ചിന്തിക്കുന്നതും പറയുന്നതും പ്രവർത്തിക്കുന്നതൊക്കെ ആത്മശ്രേയസ്സിന് വേണ്ടിയിട്ടുള്ളതായിരിക്കും. അതായത് ആത്മസമർപ്പണത്തിന്, ഈശ്വര സാക്ഷാത്കാരത്തിന് വേണ്ടിയുള്ള പ്രയത്നങ്ങളായിരിക്കും. അതാണ് വിവേകം എന്ന് പറയുക. അതിനാൽ ആ മനുഷ്യൻ പരമഗതിയെ പ്രാപിക്കുകയും ചെയ്യും. അതായത് കാമക്രോധ ലോഭങ്ങളെ ഒഴിവാക്കാൻ കഴിഞ്ഞാൽ ആത്മശ്രേയസ്സിന് വേണ്ടിയുള്ള യത്നങ്ങളുടെ പ്രതിബന്ധങ്ങൾ നീങ്ങിക്കഴിഞ്ഞു എന്ന് പറയാം. അപ്പൊ ഭക്തിമാർഗത്തിൽ സഞ്ചരിക്കുന്നത് തന്നെ ഭക്തിയുടെ ഉദ്ദേശ ലക്ഷ്യം തന്നെ അന്ധകരണ ശുദ്ധിയും വിവേകവും ഉണ്ടാവുക എന്നുള്ളതാണ്. അല്ലാതെ ഇഷ്ടഭോഗങ്ങളെ നേടുക, അവിശ്വസിദ്ധിക്ക് വേണ്ടിയിട്ടുള്ള ഈ നെട്ടോട്ടമൊന്നും ആവശ്യമില്ല ഭക്തിയിൽ. അപ്പം യഥാർത്ഥത്തിൽ ഭക്തിയുടെ ഉദ്ദേശം അന്ധകരണ ശുദ്ധിയും വിവേകവും അനുഭവജ്ഞാനവും, അതായത് തത്വദർശനവുമാണ് വേണ്ടത്. അതുണ്ടാകാത്തിടത്തോളം കാലം അന്ധകരണ ശുദ്ധിയും വിവേകവും ഇല്ലെങ്കിൽ ആധ്യാത്മിക രംഗത്തെ പ്രവർത്തനങ്ങൾ പോലും നിഷ്പ്രയോജനങ്ങളായി വരുമെന്ന് കഴിഞ്ഞ അധ്യായത്തിൽ ഭഗവാൻ പറഞ്ഞു. അതിവിടെ ഒന്നോടെ സ്പഷ്ടമാക്കി തരികയാണ്. അതിലേറ്റവും ശത്രുതയിലേക്കില്ലേ, നമ്മളെ നാശത്തിലേക്ക് നയിക്കുന്നത് കാമക്രോധ ലോപങ്ങളാകുന്ന ഈ വികാരങ്ങളാണ്. അപ്പൊ അതിനെ ഒഴിവാക്കാൻ കഴിഞ്ഞാൽ ആത്മശ്രേയസ്സിന് വേണ്ടിയുള്ള യജ്ഞങ്ങളുടെ പ്രതിബന്ധങ്ങളെല്ലാം മാറും എന്നർത്ഥം. അതൊക്കെയാണ് നമുക്ക് ആധ്യാത്മിക ദുഃഖം, ആദിദൈവിക ദുഃഖം, ആദിഭൗതിക ദുഃഖത്തെ ഉണ്ടാക്കുന്നത് ഈ കാമക്രോധ ലോഭങ്ങൾ തന്നെയാണ്. 3 തരത്തിലുള്ള നിയന്ത്രണം പാലിച്ചില്ലെങ്കിൽ നമുക്ക് മാനസികമായിട്ടോ ശാരീരികമായിട്ടോ രോഗങ്ങളെ കൊണ്ടും ചഞ്ചലാവസ്ഥ, മനസ്സിനും ശരീരത്തിനും ബാധിക്കുന്ന ചഞ്ചലാവസ്ഥ കൊണ്ടോ സമ്പർക്കദോഷമോ സംഘദോഷമോ ഉണ്ടാക്കിക്കൊണ്ട് പ്രതിബന്ധങ്ങളെ സൃഷ്ടിക്കും. അപ്പൊ ഈ പ്രതിബന്ധങ്ങളെ ജയിക്കണമെങ്കിൽ വിചാരങ്ങളിൽ നിയന്ത്രണം കൊണ്ടുവരണം. അവിടെയൊക്കെ സംയമനം പാലിക്കണം. സമാവസ്ഥ, യോഗസ്ഥ കുരുകർമാണി സംഘം ത്യക്ത്വാ ധനഞ്ജയ എന്നൊക്കെ സിദ്ധ്യസിദ്ധ്യോ സമോഭൂത്വ സമത്വം യോഗ ഉച്ചതേ. അതിനാണ് യോഗം, അഷ്ടാംഗ യോഗം പരിശീലിക്കണം എന്ന് പറയുന്നത്. ഈ സമാവസ്ഥയെ ഉൾക്കൊള്ളാൻ വേണ്ടിയിട്ടാണ്. അതുകൊണ്ട് ഹേ അർജുന, യാ ശാസ്ത്രവിധി മുസ്സുച്ച വർത്തതേ കാമകാരത നാ സാ സിദ്ധിമാപ്നോതി നാ സുഖം നാ പരാംഗതി. യാതൊരുവൻ ശാസ്ത്രവിധി മാനിക്കാതെ തന്നിഷ്ടം പോലെ ഓരോന്ന് കാട്ടിക്കൂട്ടുന്നുവോ അവൻ വിജയം പ്രാപിക്കുന്നില്ല. സുഖമോ പരമഗതിയോ അവന് ലഭിക്കുന്നതുമല്ല. തൽക്കാല സുഖമോ ആത്യന്തികമായ മോക്ഷമോ അവന് ലഭിക്കുകയില്ലെന്ന് സാരം. അതായത് യാതൊരുവൻ ശാസ്ത്രവിധി മാനിക്കാതെ തന്നിഷ്ടം പോലെ ഓരോന്ന് കാട്ടിക്കൂട്ടുന്നുവോ അവൻ വിജയം പ്രാപിക്കുന്നില്ല. സുഖമോ പരമഗതിയോ അവന് ലഭിക്കുന്നതുമല്ല. ഇപ്പൊ ശാസ്ത്രം പഠിച്ചാൽ തന്നെ ഇല്ലെങ്കിൽ അത് അനുകരിക്കുക എന്ന് പറയുന്നത് ശരിക്കും തന്നിഷ്ട. മറ്റൊരാള് പറഞ്ഞു തന്നതോ കാണിച്ചു തന്നതോ ഇനി പുസ്തകത്തിൽ ശാസ്ത്രവിധി പ്രകാരം എന്ന് പറഞ്ഞ് എഴുതി വെച്ചിരിക്കുന്നതോ അതൊക്കെ പഠിച്ചിട്ട് അതിനെ അനുകരിച്ചാൽ അത് ശരിക്കും അതിൻ്റെ പ്രയോജനത്തെ നമുക്ക് മനസ്സിലാക്കാനോ ഇല്ലേ അനുഭവിച്ചറിയാനോ സാധിക്കില്ല. അത് യാന്ത്രികമായി പോയി. അനുസരിക്കണമെങ്കിൽ അതിൻ്റെ ഗുണദോഷങ്ങൾ എന്തൊക്കെയാണ്? ഇപ്പം ഒരേ മരുന്ന് തന്നെ ഒരേ അസുഖത്തിന് എല്ലാവരും കഴിച്ചാൽ എല്ലാവർക്കും ഒരേപോലെ ചിലപ്പോൾ സൂട്ട് ചെയ്യില്ല. ഇപ്പോൾ ഒരേ ആഹാരം എല്ലാവർക്കും ചിലപ്പോൾ ശരീരത്തിൽ പിടിച്ചു എന്നിരിക്കില്ല. അപ്പൊ അതേപോലെ ശാസ്ത്രവിധി ആണെങ്കിൽ തന്നെ യുക്തിസഹജമായിട്ട് തീരുമാനിച്ച് നമുക്കതിനെ എങ്ങനെ ശരീരപ്രകൃതി, നമ്മുടെ മനസ്സിന്റെ അവസ്ഥ, നമ്മുടെ സ്വഭാവം, ജന്മവാസന, ഈ കർമ്മവാസന ഇതെല്ലാം മനസ്സിലാക്കിക്കൊണ്ട് നമുക്ക് ഏതേത് കാര്യങ്ങളാണ് സൂട്ട് ചെയ്യുന്നത് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അതനുസരിച്ചുള്ള ശാസ്ത്രവിധി അനുസരിച്ചുകൊണ്ട് അതിനെ ആവശ്യമായ മാറ്റങ്ങൾ വരുത്തി, കാലോചിതമായ മാറ്റങ്ങൾ വരുത്തിക്കൊണ്ട് അതിനെ സ്വയം യൂട്ടിലൈസ് ചെയ്യണം. അവിടെ പലരും കാണുമ്പോൾ ചിലപ്പോൾ നിങ്ങൾ എന്തുകൊണ്ടാണ് അങ്ങനെ ചെയ്യണേ ഇങ്ങനെ ചെയ്യണേ എന്നൊക്കെ അതൊക്കെ ചോദിച്ചുകൊണ്ട് നിങ്ങളുടെ യുക്തി. ഇപ്പൊ യോഗ തന്നെ പഠിച്ചാൽ ആ യോഗ ശാസ്ത്രവിധി പ്രകാരം പതാഞ്ജലി മഹർഷി പറഞ്ഞു തന്നത് അനുസരിച്ച് ആരെങ്കിലും ഒരു ഗുരുവിന്റെ അടുത്ത് പോയി പഠിച്ചാലും
നമുക്ക് ശാരീരികമായിട്ടും മാനസികമായിട്ടും ഇതിനെ എങ്ങനെയൊക്കെ യൂട്ടിലൈസ് ചെയ്യാം എന്ന് മനസ്സിലാക്കിക്കൊണ്ട്, ശരീരസ്ഥിതി മനസ്സിലാക്കി, നമ്മുടെ മാനസികത്തില മനസ്സിലാക്കി, നമ്മുടെ പരിതസ്ഥിതി, ആരോഗ്യം ഇതെല്ലാം മനസ്സിലാക്കിക്കൊണ്ട് ഈ യോഗവിധികളെയൊക്കെ നമുക്ക് എങ്ങനെ നടപ്പാക്കണം എന്ന് അത് അവരവരുടെ സ്ഥിതി അനുസരിച്ചുകൊണ്ട് യുക്തിസഹജമായിട്ട് തീരുമാനിച്ച് അത് നടപ്പാക്കുക. ഗുരുവിൻ്റെ അടുത്ത് സ്വീകരിച്ചാലും അത് അതേപടി 100% അഭ്യാസമായിട്ട് ചെയ്യാൻ എല്ലാവർക്കും സാധ്യമല്ല. ഇപ്പൊ ഗുരു കാണിച്ചു തരുന്നതോ അല്ലെ മറ്റൊരാൾ കാണിച്ചു തരുന്നതോ അതേപടി നമുക്ക് ഫോളോ ചെയ്താൽ അത് അനുകരണമായിട്ട് ഭാവിക്കും. അനുകരിക്കാൻ നമുക്ക് ഒരുപക്ഷെ എളുപ്പമാണെന്ന് തോന്നും, പക്ഷെ അനുകരിച്ചാൽ യഥാർത്ഥ സ്ഥിതി ഇല്ലെങ്കിൽ യൂട്ടിലൈസേഷൻ അനുഭവിച്ചാണ് നമുക്ക് ലഭിക്കില്ല. അപ്പൊ അനുസരിക്കണമെങ്കിൽ യുക്തിസഹജമായിട്ട് എൻ്റെ ശരീരത്തിൻ്റെ യോഗയും ഞാൻ പതാഞ്ജലി സൂത്രം അനുസരിച്ചുകൊണ്ട് ഒരു ശ്രേഷ്ഠനായ ഗുരുവിൻ്റെ അടുത്തുനിന്ന് പഠിച്ചതാ. പക്ഷേ ഞാനതിനെ എൻ്റെ ശരീരസ്ഥിതിയും എൻ്റെ ദിവസമുള്ള സ്വഭാവവും ഇല്ലേ കർമ്മവാസനകളും ആ സ്വഭാവവും അനുസരിച്ചുകൊണ്ട്, ജന്മവാസനയൊക്കെ അനുസരിച്ചുകൊണ്ട് അതിനെ ഞാനൊന്ന് ചിട്ടപ്പെടുത്തി അത് ഓരോ ദിവസം എങ്ങനെയൊക്കെ ചെയ്യണം. അഭ്യാസം കാണിക്കലല്ല, മനസ്സിൻ്റെ ഏകാഗ്രതയാണ് ഇതിൽ നിന്ന് ഉണ്ടാക്കേണ്ടത്. ശരീരസ്ഥിതി, ആരോഗ്യം നിലനിർത്തണം. ഇതെല്ലാം മനസ്സിലാക്കിക്കൊണ്ട് എൻ്റെ ശരീരസ്ഥിതിക്ക് അനുസരിച്ചുകൊണ്ട് അതിനെ ചിട്ടപ്പെടുത്തി അതനുസരിച്ചുകൊണ്ടാണ് ഞാൻ ഈ യോഗ ശാസ്ത്രത്തെ ഉപയോഗിക്കുന്നതെന്നർത്ഥം. അത് ശാസ്ത്രം പുസ്തകത്തിൽ എഴുതി വെച്ചേക്കണത് അതേപോലെ പുസ്തകജ്ഞാനം മാത്രം പോരാ. പുസ്തകജ്ഞാനത്തിൽ ചിലപ്പോൾ ചില കാര്യങ്ങളൊന്നും നമുക്ക് എഴുതി വെച്ചേക്കണ പോലെ ഗ്രൗണ്ട് ചെയ്യാൻ പറ്റില്ല. ഇനി ഗ്രൗണ്ട് ചെയ്യുന്നത് അത് അതേപടി പുസ്തകത്തിലാക്കിയാലും കാര്യമില്ല. അപ്പം പ്രായോഗിക തലത്തിൽ നമുക്ക് ഇതിനെയൊക്കെ എങ്ങനെ യൂട്ടിലൈസ് ചെയ്യാം എന്നത് അനുസരിച്ചുകൊണ്ട് അത് അനുസരിക്കണം. അപ്പോൾ അതാണ് ഇവിടെ പറയുന്നത്. ഇവിടെ ശാസ്ത്രത്തെ അനുസരിക്കണം. യാതൊരുവൻ ശാസ്ത്രവിധി മാനിക്കാതെ, ശാസ്ത്രത്തെ അനുസരിക്കണം, മാനിക്കാതെ തന്നിഷ്ടം പോലെ ചെയ്യുക. ഈ ശാസ്ത്രം പഠിച്ചാലും ചിലര് അവനവൻ്റെ ഇതിങ്ങനെ ആയാലും ആകാം, ആ ശാസ്ത്രത്തെ മാനിക്കാതെ ഒക്കെ ചിലപ്പോൾ പെരുമാറും. അപ്പൊ ശാസ്ത്രത്തെ അവഗണിക്കുകയല്ല ചെയ്യുന്നത്, അതിനെ നമ്മുടെ യുക്തിസഹജമായിട്ട് തീരുമാനിച്ച് കാലത്തിനനുസരിച്ചുള്ള മാറ്റങ്ങൾ വരുത്താം എന്നും ഭഗവാൻ പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ ഗീതയിൽ തന്നെ ഒരു ഉദാഹരണം പറയാം. ഗീതയിൽ ധ്യാനയോഗത്തില്, അതായത് 6-ാമത്തെ അധ്യായത്തില് നമ്മൾ ധ്യാനത്തിലിരിക്കുമ്പം ഗർഭപുല്ല മാന്തോലൊക്കെ വിരിച്ചിരിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. ഗീതാശാസ്ത്രമാണ്. ശാസ്ത്രത്തിൽ ഭഗവാൻ ഇങ്ങനെയാ പറഞ്ഞേക്കണേന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ മാന്തോൽ അന്വേഷിച്ച് നടക്കുകയോ അത് കൈവശപ്പെടുത്താൻ ശ്രമിക്കുകയോ ചെയ്താൽ ഇന്നത്തെ കാലത്ത് കേസായിട്ട് മാറും. അത് നമ്മൾ ശിക്ഷിക്കപ്പെടാൻ ഇടവരും. അപ്പൊ അതുകൊണ്ട് കാലത്തിനനുസരിച്ചോ, അതുകൊണ്ട് ഉദ്ദേശിക്കുന്ന അന്നത്തെ കാലത്ത് ഇങ്ങനെയുള്ള കമ്പിളിയോ ഇല്ലെങ്കിൽ ബെഡ്ഷീറ്റോ ഇല്ലെങ്കിൽ യോഗ ചെയ്യാനുള്ള ഷീറ്റുകളോ ഒന്നും കിട്ടാനില്ലായിരുന്നു. അതായത് ഉദ്ദേശ ലക്ഷ്യം എന്താ? നോൺ കണ്ടക്ടിവിറ്റി ഐറ്റം എന്തെങ്കിലും വിരിച്ചിട്ട് ആ യോഗ ചെയ്യണം എന്നാണ്. നമ്മൾ ജപിക്കാനിരിക്കുകയോ ഇല്ലെങ്കിൽ ഈ യോഗാദി സാധനങ്ങൾ ചെയ്യുമ്പോൾ അതിനെന്തെങ്കിലും നോൺ കണ്ടക്ടിവിറ്റി ഐറ്റം എന്തെങ്കിലും വിരിച്ചിട്ട് വേണം ഇരിക്കാൻ. നമ്മളെ ശരീരത്ത് ഒരു വൈദ്യുതി, അതായത് ഒരു എനർജി ക്രിയേറ്റ് ആവും. അത് ഡയറക്റ്റ് ശരീരം നിലത്ത് ടച്ച് ചെയ്താൽ, അത് ഭൂമിയിൽ ടച്ച് ചെയ്താൽ എർത്തായി പോകും. അങ്ങനെ വേസ്റ്റ് ആകാതിരിക്കാനാണ് എന്തെങ്കിലും വിരിക്കാൻ പറഞ്ഞത്. അന്നത്തെ കാലത്ത് ഈ മൃഗങ്ങളുടെ തോലൊക്കെ ഉണക്കിയിട്ടാണ് നോൺ കണ്ടക്ടിവിറ്റി ആക്കിയിട്ട് ഉപയോഗിച്ചിരുന്നത് എന്നർത്ഥം. അപ്പൊ ഇത്തരത്തിൽ ശാസ്ത്രത്തെ മാനിക്കലാണ്, അപമാനിക്കലല്ല, അതിനെ നിന്ദിക്കലല്ല, അതിന് വിരുദ്ധമായിട്ടല്ല പെരുമാറുന്നത്. അപ്പൊ കാലത്തിനനുസരിച്ചുകൊണ്ട് ഇതിനെ യൂട്ടിലൈസ് ചെയ്യാൻ നമുക്ക് സാധിക്കും. ഇത്തരത്തിൽ ആവശ്യമായ മാറ്റങ്ങൾ വരുത്തിക്കൊണ്ട് ശാസ്ത്രത്തെ അനുസരിക്കുക, അല്ലാതെ തോന്നിവാസം എന്തെങ്കിലുമൊക്കെ ചെയ്യുക അതൊക്കെ നമുക്ക് പ്രശ്നത്തിന് കാരണം. അങ്ങനെയുള്ളവർക്ക് സുഖമോ പരമഗതിയോ ലഭിക്കുന്നതല്ല എന്നും പറഞ്ഞു. അതുകൊണ്ട് തൽക്കാല സുഖമോ ആത്യന്തികമായ മോക്ഷമോ അവന് ലഭിക്കുകയില്ല എന്ന സാരം. എന്നാൽ ശാസ്ത്രത്തെ മാനിക്കാതിരിക്കാനും പാടില്ല എന്നുകൂടി ഇവിടെ എടുത്തു പറയുന്നു. തസ്മാ ശാസ്ത്രം പ്രമാണത്തെ കാര്യകാര്യ വ്യവസ്ഥിതോ ജ്ഞാത്വാ ശാസ്ത്ര വിനോദക്തം കർമ്മ കർത്തുമിഹാർഹസി. അതുകൊണ്ട് ചെയ്യേണ്ടതും ചെയ്യരുതാത്തതും എന്തൊക്കെയാണെന്ന് നിർണയിക്കുന്നതിൽ ശാസ്ത്രമാണ് അർജുന നമുക്ക് പ്രമാണം. അതുകൊണ്ട് ശാസ്ത്രവിധികളിൽ പറഞ്ഞിട്ടുള്ളതിനെ മനസ്സിലാക്കി ഇവിടെ നീ കർമ്മങ്ങൾ അനുഷ്ഠിക്കേണ്ടതാകുന്നു. ശാസ്ത്രസമ്മതമായ കർമ്മം ഏതെന്നറിഞ്ഞ് അനുഷ്ഠിക്കണമെന്ന് സാരം. ഇവിടെ സൂചിതമായ ശാസ്ത്രം ഗീതാശാസ്ത്രം തന്നെ എന്ന് ശങ്കരഭാഷ്യത്തിൽ ഉറപ്പിച്ചു പറയുന്നു. പ്രസ്ഥാനത്രയങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠമായ
ശാസ്ത്രത്തെ അനുസരിക്കാൻ ശങ്കരാചാര്യർ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഗീതാശാസ്ത്രമാണ്. ഒന്ന് ബ്രഹ്മസൂത്രം, അതനുസരിച്ചാലും നമുക്ക് ഈശ്വരപ്രാപ്തിയിലേക്ക് എത്താൻ സാധിക്കും. ഇല്ലെങ്കിൽ 10 ഉപനിഷത്ത് പഠിച്ചിട്ട് അതനുസരിക്കാൻ ശ്രമിച്ചാലും നമുക്ക് യഥാർത്ഥത്തിൽ ഈശ്വര സാക്ഷാത്കാരത്തിലേക്ക് എത്താൻ സാധിക്കും എന്നതിൽ സംശയമില്ല. അതുകൊണ്ട് ഈ ശാസ്ത്രത്തിൽ ആണ് ശരിക്കും ചെയ്യേണ്ടത് എന്താണെന്നും ചെയ്യരുതാത്തത് എന്താണെന്നും കൃത്യമായിട്ട് പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് ശാസ്ത്രമാണ് അർജുന പ്രമാണം, ശാസ്ത്രത്തെ അനുസരിക്കുക എന്നുകൂടി ഇവിടെ പറഞ്ഞു. അതുകൊണ്ട് ഇവിടെ 9-ാം അധ്യായത്തിൽ പറഞ്ഞ 32-ാമത്തെ ശ്ലോകത്തിൽ അർഹത ആർക്കൊക്കെയാണെന്ന് പറഞ്ഞു. ആ അർഹത ഒരിക്കലും യോഗ്യതയല്ല എന്ന് ഞാൻ ഇതിനു മുമ്പും പറഞ്ഞതാണ്. അതിലെ യോഗ്യതയ്ക്കുള്ള പ്രമാണമാണ് ഇപ്പൊ ഇതിൽ പറഞ്ഞത്. ഈ 24-ാമത്തെ ദൈവാസുര സമ്പദ് വിഭാഗ യോഗത്തിലെ 24-ാമത്തെ ശ്ലോകമാണ് യോഗ്യത. അതായത് ശാസ്ത്രത്തെ അനുസരിക്കണം. അതിലാണ് കൃത്യമായിട്ട് എന്താണ് ചെയ്യേണ്ടത് എന്നും എന്താണ് ചെയ്യാൻ പാടില്ലാത്തതും എന്ന് എടുത്തു പറഞ്ഞിരിക്കുന്നത്. അപ്പൊ അർഹത എല്ലാവർക്കുമുണ്ട്. മനുഷ്യജന്മം കിട്ടിയവർക്ക് എല്ലാവർക്കും ഈശ്വര പ്രാപ്തിക്ക് അർഹതയുണ്ട്. അവൻ ബ്രാഹ്മണനായിക്കോട്ടെ, ക്ഷത്രിയനായിക്കോട്ടെ, നീ ചണ്ടാളനായിക്കോട്ടെ, സ്ത്രീകളായിക്കോട്ടെ, പാപയോനികളിൽ ജനിച്ചവരാണെന്ന് ആരെങ്കിലും ധരിച്ച് തെറ്റിദ്ധാരണ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അവർക്ക് പോലും അർഹത പറഞ്ഞിട്ടുണ്ട്. അതാണ് 9-ാം അധ്യായത്തിൽ മാം ഹി പാർത്ഥ വ്യപാസത്യ യോ അവശ്യ പാപയോനയ ശ്രീയോ വൈശ്യ സദാശൂദ്രസ്തേ ഭീം യാന്തി പരാം ഗതി എന്ന് ഭഗവാൻ പറഞ്ഞു. അത് ഓർത്തിരിക്കുക, ഇത് അർഹതയാണ്. അതായത് സ്ത്രീകളായും വൈശ്യരായും ശൂദ്രനായും ബ്രാഹ്മണനായാലും ആരായാലും എന്നെ പ്രാപിക്കാൻ അർഹതയുണ്ട് അർജുന. അർഹത ഒരിക്കലും യോഗ്യതയല്ല. ഇപ്പൊ കളക്ടറാകാനോ എഞ്ചിനീയർ ആകാനോ മന്ത്രിയാകാനോ നമുക്ക് എല്ലാവർക്കും അർഹതയുണ്ട്. പക്ഷേ അർഹത യോഗ്യതയാക്കണമെങ്കിൽ അതിനുള്ള യോഗ്യത നമ്മൾ നേടണം. അത് നേടണമെങ്കിൽ എന്ത് വേണം? ഈശ്വരപ്രാപ്തിയാണ് ഇവിടെ പ്രമാണം. ഇല്ലെങ്കിൽ അർഹത. ഈശ്വരപ്രാപ്തിക്ക് എല്ലാവർക്കും അർഹതയുണ്ട്. ബ്രാഹ്മണനും ഉണ്ട്, ചണ്ടാലനും ഉണ്ട്, ഒരേപോലെയാണ്. അത് സ്ത്രീയോ പുരുഷനോ ആയിക്കോട്ടെ, എല്ലാവർക്കും ഈശ്വരപ്രാപ്തിക്ക് അർഹതയുണ്ട്. ആ അർഹത യോഗ്യതയാക്കണമെങ്കിൽ തസ്മാ ശാസ്ത്രം പ്രമാണത്തെ കാര്യകാര്യ വ്യവസ്ഥിതു ജ്ഞാത്വാ ശാസ്ത്രവിധാനോക്തം കർമ്മ കർത്തും ഹിയാർഹസി. ചെയ്യേണ്ടതും ചെയ്യരുതാത്തതും എന്തെന്ന്, അതായത് ഗുണദോഷങ്ങളെ തിരിച്ചറിഞ്ഞുകൊണ്ട് ആ ശാസ്ത്രവിധിയെ അനുസരിക്കണം. അതിന് ശാസ്ത്രങ്ങൾ നമുക്ക് മുമ്പിലുണ്ട്, അത് അനുസരിക്കണം. അത് എന്താണെന്ന് മനസ്സിലാക്കി എന്നും കൂടെ എടുത്തു പറഞ്ഞിട്ടുണ്ട്. അതിൽ പറഞ്ഞിട്ടുള്ളത്, ശാസ്ത്രവിധികളിൽ പറഞ്ഞിട്ടുള്ളതിനെ യഥാവിധി മനസ്സിലാക്കി നീ കർമ്മങ്ങൾ അനുഷ്ഠിക്കേണ്ടതാകുന്നു. ശാസ്ത്രസമ്മതമായ കർമ്മം എന്താണെന്ന് അറിഞ്ഞ് അനുഷ്ഠിക്കണമെന്ന് സാരം. ഇവിടെ സൂചിതമായ ശാസ്ത്രം ഗീതാശാസ്ത്രം തന്നെ എന്ന് ശങ്കരഭാഷ്യത്തിൽ എടുത്തു പറയുന്നുണ്ട്. അപ്പം 4-ാം അധ്യായത്തിൽ അവതാര തത്വം പറഞ്ഞപ്പോഴും കർമ്മത്തിന്റെ ഗതി മാറാതിരിക്കണമെങ്കിൽ കർമ്മണോഖ്യവി ബോധവ്യം ബോധവ്യം ച വികർമ്മണാക അകർമ്മണശ്ച ബോധവ്യം ഗഹനാ കർമ്മണോ ഗതി എന്ന് പറഞ്ഞു. എന്താണ് ഈ നിമിഷം ചെയ്യേണ്ടതെന്നും എന്താണ് ചെയ്യാൻ പാടില്ലാത്തതും എന്നുള്ള ബോധമുണ്ടായിരിക്കണം. അപ്പൊ എന്താണ് ചെയ്യേണ്ടതും ചെയ്യരുതാത്തതും എന്താണെന്ന് പറയുന്നത് എവിടെയാ? ശാസ്ത്രത്തിലാണ് പറയുന്നത്. അപ്പൊ ശാസ്ത്രവിധിയെ മാനിക്കണം. അതനുസരിച്ച് കൊണ്ട് അത് വേണ്ട വിധം മനസ്സിലാക്കിക്കൊണ്ട്, വെറുതെ തെറ്റിദ്ധാരണ ഉണ്ടാക്കുന്ന വിധത്തിലോ സംശയം വെച്ചുകൊണ്ടോ അല്ല ചെയ്യേണ്ടത്. ആ ശാസ്ത്രത്തെ യഥാവിധി മനസ്സിലാക്കിക്കൊണ്ട് അത് അനുസരിക്കണം, അനുകരിക്കരുത്. അനുകരിച്ചാൽ ലക്ഷ്യം പ്രാപ്തി സാധ്യമല്ലാതെ വരും. അതുകൊണ്ട് അത് അനുസരിക്കണം എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ അധ്യായം സമർപ്പിക്കുന്നത്. ഇതി സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം സർവത്ര ഇതി ശ്രീമദ് ഭഗവത്ഗീതാസു ഉപനിഷത്സു ബ്രഹ്മവിദ്യായാം യോഗശാസ്ത്രേ ശ്രീകൃഷ്ണാർജുന സംവാദേ ദൈവാസുര സമ്പദ് വിഭാഗയോഗോ നാമ ഷോഡശോധ്യായക. അപ്പൊ ദൈവാസുര സമ്പദ് വിഭാഗയോഗോ എന്ന് പറഞ്ഞാൽ ഇവിടെ ദൈവിക സമ്പത്തിനാണ് ഏറ്റവും പ്രാധാന്യം. ആ ദൈവിക സമ്പത്ത് ആർജിക്കാൻ ശ്രമിക്കുമ്പോൾ, ശാസ്ത്രവിധി പ്രകാരം അത് ആർജിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ശ്രമിക്കുമ്പോൾ നമ്മളിൽ തന്നെ ഉണ്ടാകുന്ന പ്രതിബന്ധങ്ങളാണ് ആസുരി സമ്പത്ത്. അതുകൊണ്ട് ആ പ്രതിബന്ധങ്ങളെ മാറ്റണമെങ്കിൽ ശാസ്ത്രവിധി പ്രകാരങ്ങൾ കർമ്മങ്ങൾ അനുഷ്ഠിച്ച അനുഭവത്തിലൂടെ തന്നെ ശുദ്ധി നേടണം. അതിനാണ് ഭക്തിയോഗം.
ഭക്തിയോഗം കൊണ്ട് ഭൗതിക നേട്ടങ്ങൾക്കല്ല, അതായിരിക്കരുത് ലക്ഷ്യം. യഥാർത്ഥത്തിൽ നമുക്ക് അന്ധകരണ ശുദ്ധി ഉണ്ടാക്കണം. അതിനുവേണ്ടി ചെയ്യാൻ യഥാർത്ഥ ഭക്തി മാർഗത്തിൽ പ്രവേശിക്കുമ്പോൾ നമ്മുടെ പൂർവജന്മാർജിതമായ പാപദോഷങ്ങളൊക്കെ അനുഭവിച്ച് തീർത്ത് ക്ലിയറൻസ് വരുന്നതിനിടയ്ക്ക് പലവിധ ക്ലേശങ്ങളും മാനസികമായിട്ടോ ശാരീരികമായിട്ടോ സാമൂഹികമായിട്ടോ നമുക്ക് പല ഡിസ്റ്റർബൻസും നമുക്ക് തരണം ചെയ്യേണ്ടതായിട്ട് വരും. അപ്പം അവിടെയൊന്നും അടിപതറാതെ അവിടെയൊക്കെ മുന്നോട്ട് പോകാൻ സാധിക്കണം. അതിനെ ഗീതാശാസ്ത്രത്തെ യഥാവിധി മനസ്സിലാക്കിയാൽ അതിനുള്ള ധൈര്യം നമുക്ക് കിട്ടും. അപ്പൊ എന്തൊക്കെ പലതരത്തിലും നമ്മളെ ഇതിൽ നിന്ന് വ്യതിചലിപ്പിക്കാൻ വേണ്ടിയിട്ട് പ്രകൃതി തന്നെ ശ്രമിക്കും. അതായത് സ്വയം തടസ്സം നിൽക്കും, കൂടെയുള്ളവർ തടസ്സം ഉണ്ടാക്കും, ശരീരം തടസ്സം ഉണ്ടാക്കും, സമൂഹം തടസ്സം ഉണ്ടാക്കും. ഇങ്ങനെയൊക്കെ ക്ലേശവും അധികതരശേഷം അവ്യക്ത സചേതസാം വ്യക്താക്കി ഗതിർ ദുഃഖം ദേഹ ഒരു അപര്യവാപ്യതയെ. അപ്പം ഒരു ഘട്ടത്തിൽ നമ്മൾ ഇതിനെയൊക്കെ തരണം ചെയ്തുകൊണ്ട് അന്ന് മുതൽ നമുക്ക് ശാന്തി സമാധാനം ജീവിച്ചിരിക്കുമ്പോൾ തന്നെ അനുഭവിക്കാൻ സാധിക്കും. അവിടെയാണ് ആസുരി സമ്പത്തിനെ ജയിച്ചതിന്റെ ലക്ഷണം നമുക്ക് അനുഭവിക്കാം. നമുക്ക് എന്ത് ചിന്തിച്ചാലും എന്ത് പറഞ്ഞാലും എന്ത് പ്രവർത്തിച്ചാലും മനസ്സിനൊരു ശാന്തിയും സമാധാനവും നമുക്ക് അനുഭവിക്കാൻ തുടങ്ങും. എന്ത് പ്രശ്നങ്ങൾ ഉണ്ടായാലും അതിനെയൊക്കെ നമുക്ക് സ്വയം പരിഹരിച്ചുകൊണ്ട് മുന്നോട്ട് പോകാനുമുള്ള പ്രേരണ നമുക്ക് ഈശ്വരൻ തന്നെ നമ്മളിൽ തന്നെ ഉണ്ടാക്കി തരും. ആ ഒരു അവസ്ഥയിലേക്ക് നമുക്ക് എല്ലാവർക്കും ഉയരാൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ഈ അധ്യായം ഇവിടെ സമർപ്പിക്കാം. അടുത്ത അധ്യായത്തിൽ ഈ ശാസ്ത്രത്തെ എങ്ങനെയൊക്കെ ശ്രദ്ധിക്കണം എന്ന് പറയുന്നതാണ്. ശ്രദ്ധാത്രയ വിഭാഗയോഗമാണ്. അപ്പൊ ശാസ്ത്രത്തെ അനുസരിക്കണം എന്ന് പറഞ്ഞു, ആ ശാസ്ത്രത്തെ എങ്ങനെയൊക്കെ അനുസരിക്കണം എന്ന് പറഞ്ഞു തരുന്നതാണ് അടുത്ത അധ്യായം. അത് നമുക്ക് കുറച്ചുകൂടെ വിശദമായിട്ട് ചിന്തിക്കാം. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഹരി ഗോവിന്ദ. ഓം സ്വസ്തി പ്രജാഭ്യാം പരിപാലയന്താം നയനമാർഗേണ മഹിമുഖീശാ ഗോ ബ്രാഹ്മണേഭ്യ സുമൃത്യം ലോകാ സമസ്താ സുഖിനോ ഭവന്തു. ലോകാ സമസ്താ സുഖിനോ ഭവന്തു. ഓം ശാന്തി ശാന്തി ശാന്തി.